ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ആ ഒരു നഗ്ന സത്യം പുറത്തു വന്നിരിക്കുന്നു. നിരവധി കാലങ്ങളായി വ്ളോഗർമാരടക്കമുള്ള ആളുകൾ പരതിക്കൊണ്ടിരുന്ന ആ ഒരു നഗ്ന സത്യം ഏറ്റവും ഒടുവിൽ ഒരു പ്രമുഖ താരം പുറത്തുവിട്ടിരിക്കുന്നത് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും ഹെയർ ഹോസ്റ്റസും നഴ്സും എഞ്ചിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ബ്ലോഗറുമായി മാറിക്കഴിഞ്ഞ രേണു സുധി എന്ന് പറയുന്ന ആ താരം ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്താണ് ഉണ്ടായത് വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതായത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളം TV ഷോയുടെ ഇടയിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ആ ഫൈറ്റ് ഡൈവോഴ്സിനെ ചൊല്ലിയായിരുന്നു. ആ ഒരു ഫൈറ്റിനെ തുടർന്ന് പ്രമുഖ താരമായ ഷാരിക, നമുക്കറിയാം ഷാരിക വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും സഹമത്സരാർത്ഥി അക്ബറിനോട് കുപിതനായി വലിയ രീതിയിലുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഓരോരുത്തർ അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ട്. അനീഷ് എന്ന് പറയുന്ന ഒരു പകയൻ പറഞ്ഞ ചില ഡയലോഗുകൾ ഷാരിക എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് പിടിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കും ഉണ്ടാവുന്നു. അതിനിടയിൽ പ്രമുഖ നടി നടത്തിയ ആ ഒരു വെളിപ്പെടുത്തൽ എന്തായിരുന്നു അത്? അതായത് താനൊരു ഡിവോഴ്സ് ആയ ആളാണ് ആദ്യത്തെ ലൈഫിൽ എന്നുള്ള ആ ഒരു നഗ്ന സത്യം ഏറ്റവും ഒടുവിൽ തുറന്ന് സമ്മതിച്ച് കുറ്റസമ്മതം പ്രമുഖ നടി നടത്തിയിരിക്കുകയാണ്. അങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. കള്ളമൊന്നും അങ്ങനെ പറയത്തില്ല, നമുക്കറിയാം. എന്താണ് നേരത്തെ പറഞ്ഞത്? ചേച്ചി ശരിക്കും ഫസ്റ്റ് മാരേജ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി ഇതൊന്ന്? 7-8 മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അപ്പൊ ഇവരുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയായി. വീട്ടിൽ ചെന്ന് ഓക്കെ ഇതെന്നാടി കഴുത്തക്കണം, ഒന്നുമില്ല ചേച്ചി നീ ഒന്ന് കാണിച്ച്. താലി കെട്ടിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസിൽ വെച്ചിട്ട് അത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസം കാണാൻ പോകും. 2-3 അപ്പൊ എന്നാ കല്യാണം കഴിഞ്ഞേ? അത് ആ സമയത്ത് ആ ഇടയ്ക്ക് തന്നെ കിച്ചുവാണ് താലി എല്ലാം മേടിച്ചത്. ഞങ്ങള് ലുലുമാളി പോയി എറണാകുളത്ത്. എവിടുന്ന കല്യാണം എന്ന് പറഞ്ഞു? ശ്വാസിൽ വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെയും മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവര് പോലും പുറത്ത് വിട്ടിട്ടില്ലത്. എന്നാൽ അതിനിടയിൽ പറയാതിരുന്ന ഒരു പ്രധാന പോയിന്റ്, ആ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു പകയനെ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത്, ആ സന്ദർഭത്തില്, ആ നിമിഷത്തില്, ആ വേളയില് താൻ മറ്റൊരു പകയന്റെ ഭാര്യയായിരുന്നു. ഞാലിയാങ്കുഴു ബിനു എന്ന് പറയുന്ന ഒരു പകയനെ കളിപ്പിച്ച് ഓനെ വഞ്ചിച്ചിട്ട് ചാടി വന്ന് സുധിച്ചേട്ടനെ കെട്ടുകയായിരുന്നു എന്നുള്ള ആ ഒരു നഗ്ന സത്യം ഇതുവരെ ഒളിപ്പിച്ചു. ഇപ്പോൾ അത് പുറത്തു പറയേണ്ട സമയമായിരിക്കുന്നു. എന്താ തങ്കപ്പൻചേട്ടാ ഈ കേൾക്കുന്ന ഇതൊക്കെ സത്യമാണോ? ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? സങ്കടം കൊണ്ട് ഞാൻ പറയാം. എന്നിട്ട് പോലും ഞാൻ ഈ ലോകരെ അറിയിക്കാതെ എന്താ പറയണ്ട പൊതിഞ്ഞു വെച്ചോണ്ട് ഇരുന്ന് എനിക്ക് തോന്നുന്ന ഈ ഒരു സംഗതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് വ്ളോഗർമാർ കടന്ന് പെടാപ്പാട് നടത്തുമായിരുന്നു. പൂർണ്ണമായ ഒരു കുറ്റസമ്മതി ഇതുവരെ നടത്തിയില്ലായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അറിഞ്ഞോ അറിയാതെ ആ ഒരു കുറ്റസമ്മതം നടത്തി. ഒരുപക്ഷെ ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന പകയൻ ഡൈവോഴ്സ് ആയോന്നറിയില്ല ലീഗലി. ഓനിനി രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓനിതുവരെ രംഗപ്രവേശനം ചെയ്തിട്ടില്ല. ഇനി ഓനോടെയുള്ള ഈ ഒരു സീനിൽ വരാൻ, ഓനോടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൂർണ്ണമായി. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഗെയിമുകളൊന്നും അവിടെ കളിക്കുന്നില്ലെങ്കിൽ കൂടി രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ താരത്തിന്റെ ആ ഒരു മൂല്യം കൂടിക്കൂടി വരികയാണ്. അടിക്കടി രേണു സുധിക്ക് സപ്പോർട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്കെതിരെ വരുന്ന പ്രമുഖ താരം, നേരത്തെ വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് തെറി അഭിഷേകമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹൗസിലുള്ള ആരെ കൊണ്ടും ഈ ഒരു പ്രമുഖ താരത്തിന്റെ ഈ ഒരു തേരോട്ടത്തിന് തടയിടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും അധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലുള്ള കളിയും നടത്തിയില്ലെങ്കിൽ, ഒരു കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ പോലും വോട്ട് നേടുന്ന അവസ്ഥയിലേക്കും ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോയി. ഇനി ഈ ഒരു താരത്തെ തളയ്ക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും ഇതുപോലൊരു എതിരാളിയില്ല. ശക്തമായ രീതിയിൽ പ്രമുഖ താരത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തനായ എതിരാളി. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായെങ്കിൽ, അദ്ദേഹത്തെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അത് എത്രത്തോളം സാധ്യമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായും ഈ സീസൺ ഒരു ചരിത്രമാവും. ചരിത്രമാകാൻ പോകുന്ന ഒരു ബിഗ് ബോസ് സീസണായി ഒരു വിഷയം മാറിയേക്കാം. ഇതിനോടകം തന്നെ ഈ ഒരു പ്രമുഖ വ്യക്തിയെ ബിഗ് ബോസിന്റെ ആളുകൾ കോണ്ടാക്ട് ചെയ്തേക്കാം. ആരാണത്? വരട്ടെ.
രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഋതപ്പൻ കൈപൊക്കിയ ആ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത ആ വീഡിയോ, ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. സുധിയുടെ മരണത്തോടുകൂടി രേണുസുതി ഒരു നാടക നടിയായി മാറും. അതിനു മുമ്പ് നാടക നടിയല്ലായിരുന്നു. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്നും എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിരിക്കും. ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലാന്തോട്ടംകാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം. ഒന്ന് ആലോചിച്ച് നോക്കുക. ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ പോലും രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിനെതിരെ ഈ രീതിയിൽ പ്രതികരിക്കാൻ ഒരാളുണ്ടോ? ഈ ഒരു വൈദിക ശ്രേഷ്ഠനെ തന്നെയല്ലേ ബിഗ് ബോസിലേക്ക് കടത്തിവിടേണ്ടത് വൈൽഡ് കാർഡായിട്ട്? അല്ലേ? നിങ്ങൾ പറ. ഈ ഒരു വൈദിക ശ്രേഷ്ഠൻ എന്തായാലും അത് അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുണ്ടോന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ രേണുസുതി എന്ന് പറയുന്ന ഈ പ്രമുഖ താരത്തിനെ വേട്ടയാടാൻ, പ്രമുഖ താരത്തിന്റെ തേരോട്ടം പിടിച്ചു കെട്ടാൻ ശേഷിയുള്ള ഏക വ്യക്തി ഈ നോബൽ തിരുമേനി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, തങ്കപ്പൻ ചേട്ടനെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയാം. മനുഷ്യൻ വെറും നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തിക്കളയാനും അവരെ ഈഴ്ത്തുവാനായിട്ട് നോക്കുകയുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപങ്ങൾ ചൊരിയുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ രേണുവിനെ ചുറ്റും നിന്ന് എല്ലാം ഇട്ട് കൊടുക്കുക. മറ്റുള്ളവരെല്ലാം എന്താ പറയുന്നത് വലിച്ചു കീറുക. എനിക്കിപ്പം ബലമായ സംശയം, ഇതിലിപ്പം നോബൽ തിരുമേനിയാണോ യഥാർത്ഥ തിരുമേനി, അതോ തങ്കപ്പൻ ചേട്ടനാണോ തിരുമേനി എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. ഇത്രയും അധികം മഹത് വചനങ്ങളാണ് തങ്കപ്പൻ ചേട്ടന്റെ വായിൽ നിന്ന് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്കും ഇന്നത്തെ എവിക്ഷനിലേക്കും വരികയാണെങ്കിൽ ഇന്നൊരു പ്രമുഖ മത്സരാർത്ഥി പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതാരാണെന്നുള്ള കാര്യം കുറച്ചു കഴിഞ്ഞ് തീർച്ചയായും നമ്മൾ പുറത്തുവിടും. ഏകദേശം ചില സൂചനകൾ ഇപ്പോൾ നൽകാം. അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫൈറ്റും ഉണ്ട്. അതായത് ശാരിക കെ ബി എന്ന് പറയുന്ന പ്രമുഖ താരമായിരുന്നു വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ഡൈവോഴ്സായ സ്ത്രീകൾക്ക് വേണ്ടി ഇന്നലെ വലിയ രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്ന സ്ഥിതിക്ക് കേരള ഡൈവോഴ്സ് വുമൺ വെൽഫെയർ ചാരിറ്റി അസോസിയേഷന്റെ വലിയ പിന്തുണ ശാരിക കെ ബി എന്ന ഈ ഒരു സുമോ ഗുസ്തിക്കാരിക്ക് ലഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വോട്ടിങ്ങിൽ വർധനയുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ തന്റെ തൊട്ടുമുകളിലുണ്ടായിരുന്ന കലാഭവൻ സരിക എന്ന് പറയുന്ന ആ ഒരു പിഞ്ച് ബാലികയെ പിന്നിലാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കലാഭവൻ സരിക എന്ന് പറയുന്ന ആ ഒരു പിഞ്ച് ബാലിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് ഇന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് തിരിക്കുന്ന ആ ഒരു ദയനീയ കാഴ്ച ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരും. 100% ഉറപ്പില്ല, 80% ഉറപ്പിക്കും. കലാഭവൻ സരിക എന്ന് പറയുന്ന ആ ഒരു പിഞ്ച് ബാലിക ഇന്നൊരു പക്ഷേ തീർച്ചയായും ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞേക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നഗ്ന സത്യം പുറത്തു വന്നിരിക്കുന്നു. രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരം തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെ പറ്റിയും പ്രമുഖ താരം പ്രതികരിച്ചിരിക്കുന്നു. ഇനി അതാരാണ്? ഞാലിയാംകുഴി ബിനു ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹം രംഗത്ത് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ തന്നെ രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിനെതിരെ വൈൽഡ് കാർഡായി വരാൻ ഏറ്റവും യോഗ്യൻ ഈ ഒരു നോബൽ തിരുമേനിയാണെന്നുള്ള എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു? തിരുമേനിയുടെ ഈ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ.